വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 409, അതായത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് ഒരു മിസ്റ്ററി കലർന്നൊരു എപ്പിസോഡാണെന്ന് പറയാം. കാരണം ഇതിന് 2 പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു. 2 പ്രോമോയിലും കുറച്ച് ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത് കാര്യങ്ങളൊക്കെ. ആദ്യത്തെ TV പ്രോമോയിൽ എന്താണ് കാണിക്കുന്നത് വെച്ചാൽ, പാറുക്കുട്ടി ഗേറ്റിൻ്റെ ഉമ്മർത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബാക്കിൽ മറിഞ്ഞിരുന്നിട്ട് കേശു ഒരു വടി വെച്ചിട്ട് ആരോ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അഴിമതി അവിടേക്ക് കയറി വരുന്നത് പോലെയാണ് ആ ഒരു ചെറിയൊരു പ്രോമോ കട്ടിൽ ചെറിയ സീനാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളെ പിടിക്കാൻ വേണ്ടി കേശു ഇരിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആ ഫുൾ ലെങ്ത് പ്രോമോയിൽ എന്താണ് പറയുന്നത് വെച്ചാൽ, ആദ്യം തന്നെ പാറുക്കുട്ടി അതേപോലെ ഗേറ്റിന് ഉമ്മർത്ത് ഇങ്ങനെ ചോക്ലേറ്റും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കേശു അവിടേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് പാറുവിനെ വിളിച്ചിട്ട്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്, എന്താ കയ്യിൽ എന്താ ചോക്ലേറ്റോ എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീൻ തന്നെ ബാലുവിൻ്റെ റൂമിൽ ലച്ചു കേശുവിനോട് പറയുന്ന പോലെയാണ് കാണിക്കുന്നത്. ലച്ചു പറയുന്നുണ്ട്, ഇവിടെ ചോക്ലേറ്റ് മാത്രമല്ല സ്നാക്സും ഫ്രൂട്ട്സും അങ്ങനെ എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് എന്ന രീതിക്ക് കേശുവിനോട് സർക്കാസ്റ്റിക്കായിട്ട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അടുത്ത സീനിന് കേശു അടുക്കളയിൽ പോയി തിരയുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതായത് ഈ പാറുകുട്ടിക്ക് കൊടുത്ത ചോക്ലേറ്റ് പോലെ സ്നാക്സ് വല്ലതുണ്ടോ എന്ന് പറഞ്ഞിട്ട് കേശു അടുക്കള മൊത്തമായിട്ട് ഇങ്ങനെ തിരയുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പം നീലു അവിടേക്ക് കയറി വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അമ്മ ഇത് എവിടെ കൊണ്ടാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് തിരയുന്നത്. എന്നിട്ട് അടുത്ത സീൻ കാണിക്കുന്നത് നീലുവിൻ്റെ അടുത്ത് കേശു ചോദിക്കുന്ന പോലെയാണ്. അപ്പോൾ പാറുവിന് മുട്ടായി കൊടുത്തത് ആരാണ് എന്ന രീതിക്ക് കേശു ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ് ഇവരെല്ലാവരും ആ ഒരു മിഠായിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. ആരാണ് കൊടുത്തത് എന്ന് നീലുവിൻ്റെ അടുത്ത് കേശു ചോദിക്കുമ്പോൾ നീലു ഭവാനി അമ്മയോട് ചോദിക്കുന്നുണ്ട് ആരോ കൊടുത്തതെന്ന്. അപ്പം ഭവാനി അമ്മ എനിക്കൊന്നും അറിയില്ല എന്ന രീതിക്ക് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീന് കേശു ഹൈമവതി വരുമ്പോൾ ഹൈമവതിയോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റിയാണോ കൊടുത്ത് ചോദിച്ചപ്പോൾ ഹൈമവതിയും ഞാനൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആകെ ഇവരെല്ലാവരും കൺഫ്യൂസായി പാറുക്കുട്ടിക്ക് ആരാണ് മുട്ടായി കൊടുത്തത് എന്ന രീതിയിൽ അറിയാതെ. ഈ മുട്ടായി ആരാണ് കൊടുത്തതെന്ന് അറിയാതെ നീലു അവസാനം പാറുക്കുട്ടിയോട് തന്നെ ചോദിക്കുന്നുണ്ട് ആരാണ് മിഠായി തന്നത് എന്ന രീതിക്ക്. അപ്പോൾ പാറുക്കുട്ടി തിരിച്ചു പറയുന്നുണ്ട് ഒരു അങ്കിള് തന്നതാണ് എന്ന രീതിക്ക്. എന്നിട്ട് പ്രോമോൻ്റെ അവസാനം ആ ഹാളിൽ വെച്ചിട്ട് കേശു എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് പറയുന്നുണ്ട് പാറുക്കുട്ടിയെ മിഠായി കൊടുത്തിട്ട് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട് ആരോ എന്ന രീതിക്ക്. അപ്പോൾ ഈ ഒരു കേശു പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. അതോടെ ആ ഒരു പ്രോമോ ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് അത് തന്നെയാണ്. പാറുക്കുട്ടിക്ക് ആരോ മുട്ടായി കൊടുക്കുന്നു. കേശു ആദ്യം വിചാരിക്കുന്നത് അത് പാറുക്കുട്ടിക്ക് നീല് കൊടുത്താണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് ചോദിക്കുന്നപ്പോൾ ലച്ചു ഒരു സർക്കാസ്റ്റിക്കായിട്ട് പറയുന്നുണ്ട് ഇവിടെ എല്ലാം ഉണ്ട്, ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ന രീതിക്കൊക്കെ. അപ്പോൾ കേശു അത് തിരയാൻ വേണ്ടി അടുക്കളയെ മൊത്തമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവസാനം മനസ്സിലാക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് കിട്ടിയതല്ല മിഠായി എന്ന രീതി. എന്നിട്ട് കേശു പറയുന്നുണ്ട് ആ മിഠായി അപ്പോൾ ആരോ കൊടുത്തതെന്ന് ഇവരെല്ലാവരും ഉള്ളിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ ആരും അവരായിരിക്കില്ല കൊടുത്തിരുന്നത്. അവസാനം ഹൈമവതിയോട് പോലും കേശു ചോദിക്കുന്നുണ്ട് ആൻറ്റിയാണോ മുട്ടായി കൊടുത്തതെന്ന്. അപ്പോൾ ഹൈമവതിയും അല്ല എന്ന് പറയുന്നുണ്ട്. അവസാനം ഇവർ പാറുക്കുട്ടിയോട് ചോദിക്കുമ്പോൾ ഏതോ ഒരു അങ്കിൾ കൊടുത്താണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാറുക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനേ മുട്ടായി കൊടുത്ത് ശ്രമം നടത്തിയതാണെന്ന് മനസ്സിലാക്കിയിട്ട് കേശു ഒളിഞ്ഞിരുന്ന് ആ ഒരു കള്ളനെ പിടികൂടാൻ അല്ലെങ്കിൽ അവർ തട്ടിക്കൊണ്ടുപോകാനെ പിടികൂടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു തട്ടിക്കൊണ്ടുപോകുന്ന പോലത്തെ ഒരു എപ്പിസോഡൊക്കെ വരാൻ പോകുന്നത്. പക്ഷേ ഇതൊരു ഫണ്ണി ആയിട്ട് എൻ്റെ ആവാനേ ചാൻസസ് ഉള്ളൂ. കാരണം ഒരു സീരിയസ് ആയിട്ടുള്ളൊരു മോഡൽ പോകാൻ അധികം ചാൻസ് ഒന്നുമില്ല. ചിലപ്പോൾ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും അവർ മിഠായി കൊടുത്തിരുന്നത്. അതിനും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.